അയോധ്യ രാമക്ഷേത്രത്തിലെ ഫണ്ട് ക്രമക്കേടിനെതിരായ ഹർജിയിൽ അടിയന്തരവാദം കേൾക്കാൻ വിസമ്മതിച്ച് കോടതി. അലഹബാദ് ഹൈക്കോടതിയിലാണ് പൊതുതാൽപര്യ ഹർജി എത്തിയത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ അടിയന്തരമായി കേൾക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് എത്തിയത്? അഞ്ജലി, ഈ ഹർജി ഒരു അഭിഭാഷകനാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് അലഹബാദ് ഹൈക്കോടതി ഹർജി നൽകിയത്. ഇതിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഫണ്ട് തിരിമറി നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി നൽകുന്നതെന്നും കേന്ദ്ര ഏജൻസിയായ CBI കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം എന്നുമായിരുന്നു ആവശ്യം. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് അലഹബാദ് ഹൈക്കോടതിയോട് ഇന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് UP സർക്കാർ SITയെ നിയമിച്ചിരിക്കുന്നു. SIT ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കുകയും പിന്നീട് ഈ വിഷയം പരിഗണിക്കാനായി മാറ്റുകയുമായിരുന്നു. ഈ ഹർജിയിൽ തന്നെ പറഞ്ഞിരുന്നത് സ്വർണമായും പണമായും ഒക്കെ ഭക്തർ നൽകിയ ഫണ്ട് വലിയ തോതിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. ട്രസ്റ്റ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിട്ടുള്ളത് ട്രസ്റ്റിൽ അത്തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടില്ല എന്നതായിരുന്നു. പക്ഷേ വലിയ തോതിൽ അഴിമതി നടന്നു എന്നാണ് പത്രവാർത്തകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നതായിരുന്നു ആവശ്യം. എന്നാൽ ഏതായാലും SIT ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തീകരിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കുകയായിരുന്നു.